നീ എന്ത് ലേറ്റായി? ബസ് പിടിച്ചെത്തണ്ടേ? ശരിയല്ലേ, പിന്നെ കാണാം. വണ്ടി എവിടെ? അപ്പുറത്തുണ്ടോ? അച്ഛൻ വിളിച്ചിരുന്നു, ചേട്ടൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. എടുത്തിട്ടിപ്പോ എന്തിന്? ജോലി തപ്പാനുള്ള ഉദ്ദേശം? ശരി കേൾക്കുന്നതല്ലേ? പറയുന്നത് തെറ്റില്ലല്ലോ. തെറ്റൊന്നുമില്ല, പക്ഷെ കേൾക്കുന്ന എനിക്കല്ലോ ഈ മടുപ്പ്. നീനെ കണ്ടിരുന്നു. എന്നിട്ട് ഓ എന്തൊരു ആവേശം. എനിക്കെന്താ ആവേശം? അവളായിട്ട് തുടങ്ങിയ പ്രശ്നമല്ലേ, അവളെ എന്നെ തീർക്കിട്ട് അത് ചെയ്യൂല. ഫീമെയിൽ ഈഗോ. അത് തന്നെ അവളും പറയുന്നത്. എന്ത് മെയിൽ ഈഗോ? എനിക്കൊരു ഈഗോയും ഇല്ല. എന്നെ ഉപദേശിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുള്ളൂ. പറയുന്നത് തെറ്റില്ലല്ലോ. എടി തെറ്റില്ലെങ്കിലും എനിക്കൊന്നും അറിഞ്ഞൂടാത്ത കാര്യമാണ്. എന്നാലും ചുമ്മാ പറയട്ടെ എന്ന് വെക്കണം, അവളല്ലേ. എനിക്കതൊന്നും ഇഷ്ടമല്ല. ഒരാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ന്നാലേ പ്രശ്നം തീരുള്ളൂ. നിന്റെ തന്നെ കൂട്ടുകാരിയല്ലേ, നീ തന്നെ അവളത്ത് താഴാൻ പറഞ്ഞിട്ട് നീ തന്നെ പ്രശ്നം തീർത്തുപോയി. രണ്ടുപേരും കൂടെ രണ്ടെത്തുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഞാനും വരുന്നു. അച്ഛൻ വിളിക്കുമ്പോ ഫോൺ എടുത്തൂടെ? കിട്ടാത്തപ്പോ ക്ലാസ്സിൽ ഇരിക്കുമ്പോ എന്നെയാണ് നടന്ന് വിളിക്കുന്നത്. അത് ഇന്റർവ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നത്. പറയുന്ന പോലെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഞാൻ ഇത് തന്നെ അച്ഛനോട് പറഞ്ഞാ പോരാ. കിട്ടിയില്ലാന്ന്. പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കഥാപ്രസംഗം നിനക്ക് അറിയാലോ. ഞാൻ അച്ഛൻ പറഞ്ഞ ജോലി തന്നെ അങ്ങ് നോക്കിക്കൂടായിരുന്നോ? ഇവിടെ ഞാൻ നോക്കുന്ന ജോബ് കിട്ടുന്നില്ല. പിന്നെ അല്ല, ഇന്ന് നീനെ ക്ലാസ്സിൽ വന്നായിരുന്നു. അതിനിടയ്ക്ക് നീ കാര്യം പറ. പുതിയൊരു വഴിത്തിരിവുണ്ട്. എന്ത്? രാഹുൽ പുറകെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവരെ തമ്മിൽ ഉടക്കിയ നേരത്തെ റൊമാൻസ് ട്രാക്ക് ആയിരുന്നു, അപ്പോൾ ട്രാക്ക് മാറ്റിയ. അവൻ്റെ ചാട്ടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അവളോട് സോറി പറഞ്ഞാലോ? നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മുഴിഞ്ഞത്. നീ അവളൊന്ന് വിളി. ലൗഡ് സ്പീക്കർ ഇട്. എടി ഹലോ. നമ്മളൊന്ന് ഇന്റർവ്യൂ പൊളിഞ്ഞിരിക്കുമ്പം സമാധാനിപ്പിക്കാൻ ആരുമില്ലല്ലോ. എന്തോന്നിത്? പിന്നെ എന്റെ വിഷമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അവളാണോ? അല്ല, അച്ഛനാ. സമാധാനം കളയാനായിട്ട് വാ പോവാ. എടി നീന, തേങ്ങ അങ്ങോട്ട് നടക്കാം. നീന പോയാ? നീ ഇന്റർവ്യൂ പൊളിഞ്ഞിരിക്കുമ്പോ നിന്നെ സമാധാനിക്കാൻ ഞാൻ അതിന്റെ ക്യാമ്പ് അല്ലേ ഉണ്ടാ. എടി നീ തൊള്ള ഇറക്കാതെ, ചുറ്റുമൊക്കെ ആൾക്കാരുള്ളത്. പരിസര ബോധമില്ലാതെ. ആർക്കട ബോധമില്ലാത്ത? നീ വീട് നീ അവനെ കൊല്ലും. ഞാൻ അയ്യോ അങ്ങനല്ല. എടി ഇവളായിട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അത് ശരിയാ, രാഹുലായിട്ട് മാങ്ങാത്തൊലി ജോലിക്ക് പോകാൻ പറഞ്ഞ തിളപ്പവനെ കാണിക്കുന്നത്. ചേട്ടനൊന്നല്ലല്ലോ എന്നോട് പറഞ്ഞു. അവൻ പറയൂലോ എന്റെ 2 ഫ്രണ്ട്സിന്റെ കമ്പനിയിൽ ഇവന് ജോലി വാങ്ങിച്ചു കൊടുത്താ എന്റെ ബിസിനസ് മൈൻഡ് സെറ്റ് ആവൂലെന്ന്. പിന്നെ ഏത് ഇന്റർവ്യൂ കിട്ടാത്തതിനാ ചേട്ടന് വിഷമം? എടി ഒരു ജോലി ഇല്ലാണ്ട് ഇവനെ ഞാൻ എങ്ങനെ എന്റെ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കും? അത് സാരമല്ല, നാളെ ഞാൻ വന്ന് അവതരിപ്പിച്ചോളാം. ആ പടിയെങ്ങാനും ചവിട്ടിയ നിന്റെ കണങ്കാല് വെട്ടി ഞാൻ അവിടെ ഇടും. നീനെ? അയ്യോ അച്ഛൻ എവിടെ? നിന്റെ അല്ല, ഞങ്ങളുടെ. ഓ ഹലോ അച്ഛാ. നീ എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടല്ലേ എനിക്ക്. ഒരാൾ ജോലിക്ക് പോകാൻ പറയുന്നത് എങ്ങനെയാടാ ഇൻസൾട്ട് ആവുന്നത്? അല്ല, എന്റെ ചിന്താരീതികൾക്കനുസരിച്ച് കിട്ടാത്തോണ്ടല്ലേ. പുകഴ്ത്താന്ന് വിചാരിക്കല്ലേ. നിന്നെ പോലെ ഒരു കിഴങ്ങനെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. ഒരു കാമുകനോട് സംസാരിക്കേണ്ട രീതിയല്ല ഇത്. പറഞ്ഞു പോവുക. ഒരു കാര്യം ചെയ്യും, നീ പെട്ടെന്നൊരു ജോലി കണ്ടുപിടി. അപ്പൊ നമുക്ക് വരുമാനവും. അപ്പൊ എനിക്ക് എന്റെ ബിസിനസ് ആയിട്ട് പോവുകയും ചെയ്യാം. നീനെ പോടാ. എടി ഞാൻ പറയട്ടെ. നീനെ ഇങ്ങനെ പിണങ്ങല്ലേ. പിന്നെ എങ്ങനെ പിണങ്ങണം? അതല്ല, ഇങ്ങനെ മുണ്ടാണ്ടിരിക്കല്ലെന്ന്. ഫോൺ വെച്ചിട്ട് പോ. വയ്ക്കില്ലേ. ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോവാം. 2.5 കിലോ ജോലി ആരും രാവിലെ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടാ? അല്ല, നിന്റെ രണ്ടാമത്തെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ വീണ്ടും പോയിട്ട് ഇനി ആ വഴിക്കെങ്ങാനും പോയി നിന്റെ തല അവൻ വെട്ടിടും. നിങ്ങൾ എന്താ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൊട്ടേഷൻ ഗ്രൂപ്പിന് വല്ല സ്റ്റാർട്ടപ്പ് തുടങ്ങിയ? എന്ത് പറഞ്ഞാലും തല വെട്ടും കൈ വെട്ടും. നിന്റെ കയ്യിലിരിപ്പ് അതാണല്ലോ. നീ അവിടുന്ന് ഇറങ്ങിയതും പോരാണ്ട് അവിടുത്തെ മാനേജറെ പറ്റി കുറ്റവും പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പിന്നെ നിന്നെ അവിടുത്തെ CEO ആക്കൂ. എടി അവർ ചെയ്ത പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് വൈകുന്നേരത്തിനകം വേണോന്ന് പറഞ്ഞാ വേണ്ട, 5 ദിവസം കഴിഞ്ഞു കൊടുത്താൽ മതി. അതേ ഞാനും പറഞ്ഞോളൂ. വെച്ചിട്ട് പോടാ. ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കൂല എന്ന് നിനക്ക് തന്നെ ഉള്ള സെറ്റ്. എന്ത് രസമല്ലേ രാത്രി ഇങ്ങനെ സംസാരിച്ച് കിടക്കാൻ. ഇപ്പൊ പിന്നെയാണ് ഇട്ടേക്കണേ നിന്റെ അമ്മയുടെ